ഇന്ന് ദായാന്മയുള്ളത് ഒരു തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി കഴിക്കാനാണ്. ഇവിടെ വന്നപ്പോൾ ഇരിക്കുന്നു നമ്മുടെ അണ്ണൻ. ഇവിടെ ഒളിച്ചിരുന്ന് വെട്ടിയടിക്കുന്നുണ്ടായിരുന്നു ഹർഷണ്ണൻ. നമ്മളെ കണ്ടപ്പോഴത്തേക്ക് നിങ്ങളെന്തരടെ എൻ്റെ പുറകെ നടക്കണ എന്നുള്ളൊരു എക്സ്പ്രഷനായിരുന്നു അണ്ണൻ്റെ മുഖത്ത്. സ്റ്റാർട്ടറായിട്ട് ഒരു ചിക്കൻ ലോലിപോപ്പ് പറഞ്ഞു. ചിക്കൻ ലോലിപോപ്പ് ദായുവിൻ്റെ ഫേവറേറ്റ് ആണ്. ടൊമാറ്റോ സോസിലൊക്കെ മുക്കി ചിക്കൻ ലോലിപോപ്പ് കഴിക്കാനാണ് ദായുവിന് ഇഷ്ടം. 2 കഷ്ണം ലോലിപോപ്പ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം കെച്ചപ്പ് വേണം ദായുവിന്. അത്രയേ ഉള്ളൂ. ഞാനും ലോലിപോപ്പ് ട്രൈ ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടുത്തെ മറ്റൊരു വെറൈറ്റി ഐറ്റമാണ് ട്രൈ ചെയ്തത്, ഫിഷ് ഫിംഗർ. ഇവിടെ നിന്ന് ആദ്യമായിട്ടാണ് ഫിഷ് ഫിംഗർ ഓർഡർ ചെയ്യുന്നത്. ഇതെന്തൊരു അവർ ഫ്രൈ പാനോടുകൂടി കൊണ്ടുതന്ന എന്തായാലും വെറൈറ്റി സെർവിങ് തന്നെ. ദായു ലോലിപോപ്പ് മയണൈസിലൊക്കെ മുക്കി തട്ടാനുള്ള പ്ലാനിലാണ്. കെച്ചപ്പൊക്കെ പതിയെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനിടയിൽ ആക്രാന്തം മൂത്ത് അണ്ണൻ ഫിഷ് ഫിംഗർ കഴിച്ച് നാക്ക് പൊള്ളിയൊരു എക്സ്പ്രഷനാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഫിഷ് ഫിംഗർ ട്രൈ ചെയ്തു. നല്ല ക്രിസ്പി ഫിഷ് ഫിംഗർ ആയിരുന്നു. അണ്ണനെ കളിയാക്കിക്കൊണ്ട് ഞാനും എടുത്ത് കഴിച്ചു കൊടുത്ത് എൻ്റെ അണ്ണാക്ക് പൊള്ളി. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും ആയിരുന്നു. നെമ്മിൻ്റെ ഫിഷ് ഫിംഗർ ആയിരുന്നു അന്ന് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ബിരിയാണി എത്തി. ഇവനാണ് താരം, തമിഴ്നാട് സ്റ്റൈൽ മട്ടൻ ബിരിയാണി. ഈ ബിരിയാണി ചെമ്പ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ സ്പോട്ട് ഏതായിരിക്കുമെന്ന്. ഇവിടുത്തെ വേറൊരു സ്പെഷ്യൽ ഐറ്റം കഴിക്കാനാണ് ആക്ച്വലി ഞങ്ങൾ വന്നത്. അത് പുറകെ വരുന്നുണ്ട്. എന്തായാലും ഇതുവരെ വന്നിട്ട് മട്ടൻ ബിരിയാണി കഴിക്കാതെ എങ്ങനെയാണ് പോണത്? അങ്ങനെയാണ് ബിരിയാണി ഓർഡർ ചെയ്തത്. ഇവിടെ തൊട്ടിയിലാണ് സാലഡൊക്കെ തരുന്നത്. സാലഡ് കൂട്ടി കഴിക്കാനാണ് ഈ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ്. അതുകൊണ്ട് തൊട്ടിയിൽ തന്നെ സാലഡ് വേണം. പിന്നെ ഒരു തൊട്ടി വഴുതനങ്ങ കറിയുണ്ട്. അത് ഞാൻ എടുത്തില്ല. പിന്നെ ബിരിയാണിയിൽ നല്ല സോഫ്റ്റ് വെന്ത മട്ടൻ പീസും റൈസിൽ മട്ടൻ്റെ നെയ്യും ഫ്ലേവറും എല്ലൊക്കെ പിടിച്ചൊരു നല്ല മണം ഉണ്ടായിരുന്നു. മട്ടനാണെങ്കിൽ നല്ല വലിയ പീസുമാണ്, സോഫ്റ്റുമാണ്. എൻ്റെ ഫേവറേറ്റ് മട്ടൻ ബിരിയാണി സ്പോട്ടുകളിലൊന്നാണ് ഇത്. ദായുവിനും കൊടുത്തു മട്ടൻ ബിരിയാണി. അവളും കുറച്ചൊക്കെ കഴിച്ചു. ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ ചേച്ചിയാണ് ഈ ഓർഡറൊക്കെ എടുക്കാൻ വരുന്നത്. ഈ ചേച്ചിയാണ്. ബിരിയാണി വന്ന ഉടനെ പിന്നെ ഒന്നും നോക്കിയില്ല, സാലഡൊക്കെ കൂട്ടി കുഴച്ചങ്ങ് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കിവിടുത്തെ ചിക്കൻ ബിരിയാണിയെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം മട്ടൻ ബിരിയാണിയാണ്. അപ്പോഴേക്ക് കാത്തിരിപ്പിന് വിരാമമിട്ട് ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം എത്തിയിട്ടുണ്ട്, ക്രാബ് ലോലിപോപ്പ്. പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് ക്രാബ് മീറ്റൊക്കെ ഫിൽ ചെയ്ത ഒരു കിടിലൻ ഐറ്റം. കൂടെ മയോണൈസാണ് തരുന്നത്. നേരത്തെ പോലെ നാക്ക് പൊള്ളുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ കഴിച്ചു തുടങ്ങിയത്. പക്ഷേ ഒന്നും പറയാനില്ല, നല്ല അടിപൊളി ടേസ്റ്റ്. എത്ര ക്രാബ് എടുത്താലാണ് ഇത്ര മീറ്റ് ഫിൽ ചെയ്യാൻ പറ്റണമെന്നാണ് ഞാൻ ആദ്യം ആലോചിച്ചത്. ഇത് കൊടുക്കുന്ന പൈസയ്ക്ക് പുറത്താണ്. നല്ല കിടിലൻ ടേസ്റ്റ്. ഇതിനകത്ത് വേറൊന്നുമില്ല, ഫില്ലിങ് മൊത്തം ക്രാബ് മീറ്റാണ്. ഇത്രയും കാത്തിരുന്നത് വേസ്റ്റായില്ല. ഞാനിത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. ഇത് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ ചേച്ചിക്കാണ് പ്രത്യേക താങ്ക്സ്. പുറത്ത് ക്രിസ്പിയും അകത്ത് ക്രാബ് മീറ്റും പിന്നെ മയോണൈസിലൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ കിട്ടുന്നൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇതെല്ലാം കഴിച്ച് പാമ്പ് ഇര വിഴുങ്ങിയ പോലെ ഞാനും ദായും കിടക്കുന്നുണ്ട്. അണ്ണനൊന്നും ആയിട്ടില്ലെന്നാണ് തോന്നുന്നത്. എയറൊക്കെ പിടിച്ച് വീഡിയോയ്ക്ക് പോസ് ചെയ്യുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് അണ്ണൻ വയറൊക്കെ അകത്തോട്ട് പിടിച്ച് ഇറങ്ങിപ്പോണൊരു പോക്കുണ്ട്. ലൊക്കേഷൻ വന്നിട്ട് ഉള്ളൂർ കേശവദാസപുര റോഡിലെ ആസിഫി ബിരിയാണി. വീഡിയോ ഇഷ്ടമായാൽ ദായു ആൻഡ് മീ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.